ലോകത്തൊരു ഗുസ്തിക്കാർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു ഗാമ അങ്ങ് ഉത്തരേന്ത്യയിൽ ജീവിച്ചിരുന്നു. ആ പാത പിൻപറ്റി ഇന്ത്യയിൽ ഒരു ഗുസ്തിയിൽ പോലും തോറ്റിട്ടില്ലാത്ത കേരളഗാമ പട്ടത്തിനർഹനായ ഒരു ഫയൽവാൻ ഇനി തിരുവിതാംകൂറിലുമുണ്ടായിരുന്നു. തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ പ്രിയപ്പെട്ട ഇലക്ട്രിക് മൈദീൻ കുഞ്ഞിനെ പോലും തറപറ്റിച്ച മണക്കാട് നാരായണപിള്ള. തിരുവനന്തപുരം മണക്കാട് ഇടവിളാകത്ത് വീട്ടിൽ കുമാരപിള്ളയുടെയും നാരായണിയമ്മയുടെയും രണ്ടാമത്തെ പുത്രനായി 1912 നാരായണപിള്ള ജനിച്ചത്. ചെറുപ്പത്തിലെ ഒരു കായികാഭ്യാസിയാകണമെന്നായിരുന്നു നാരായണപിള്ളയുടെ ആഗ്രഹം. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മണക്കാടും ചുറ്റുപ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഗുസ്തി നടന്നാൽ മണക്കാട് നാരായണപിള്ള അവിടെ എത്തുമായിരുന്നു. ശാരീരിക ആരോഗ്യത്തിനായി മണക്കാടുള്ള കാലത്ത് ജിംഖാനയിൽ പോകുമായിരുന്ന നാരായണപിള്ള ഒരു ദിവസം ജിംഖാന അടച്ചുപൂട്ടിയതോടെ കോട്ടയ്ക്കകത്തുള്ള നവനീത കൃഷ്ണയ്യരുടെ ഗോദയിൽ പോയി. ജിംനാസ്റ്റിക്കിൽ പരിശീലനം നേടാനായിരുന്നു അദ്ദേഹം എത്തിയത്. എന്നാൽ അവിടെ ഗുസ്തിയായിരുന്നു പഠിപ്പിക്കുന്നത്. അതോടെ കൃഷ്ണയ്യരുടെ ശിഷ്യനായി നാരായണപിള്ള ഗുസ്തി അഭ്യസിക്കാൻ ആരംഭിച്ചു. 1945 കാലം. ഇന്നത്തെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുൻവശം അന്നൊരു മൈതാനമായിരുന്നു. ആ മൈതാനത്ത് ഒരിക്കലൊരു ഗുസ്തി മത്സരം സംഘടിപ്പിച്ചു. മണക്കാട് നാരായണപിള്ള പങ്കെടുത്ത ആദ്യത്തെ മത്സരമായിരുന്നു അത്. മധുരയിലെ പ്രഗത്ഭനായ പെരിയാപിള്ള ഫയൽവാനായിരുന്നു എതിരാളി. ഗുസ്തി ആരംഭിച്ച് 5 മിനിറ്റ് കൊണ്ട് തന്നെ നാരായണപിള്ള ആ മധുരവീരനെ അടിച്ച് നിലത്തിട്ടു. പിന്നീട് ഗുസ്തി പിടിക്കണമെന്ന് നാരായണപിള്ളയ്ക്ക് ആഗ്രഹമില്ലായിരുന്നു. അങ്ങനെയിരിക്കെ ഇലക്ട്രിക് മൈദീൻ കുഞ്ഞ് തിരുവിതാംകൂറിൽ ഗുസ്തി പിടിക്കാനായി വന്നു. അദ്ദേഹം നാരായണപിള്ളയുടെ സുഹൃത്തും നവനീത കൃഷ്ണയ്യരുടെ ശിഷ്യനുമായ ചെല്ലപ്പൻ പിള്ളയെ മലർത്തിയടിച്ചു. ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റ കൃഷ്ണയ്യർ തൻ്റെ അരിമശിഷ്യൻ മണക്കാട് നാരായണപിള്ളയോട് ഗോദയിലേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. തൻ്റെ ഗുരുവിൻ്റെ ആജ്ഞ ശിരസാൽ വഹിച്ച നാരായണപിള്ള ഗോദയിലേക്ക് ഇറങ്ങി. ആ നിമിഷം ഗോദയാകെ നിശബ്ദമായി. തറ പറ്റിക്കേണ്ടത് നിസാരനെയല്ല. രാജ്യത്തിനകത്തും പുറത്തും ശിഷ്യഗണങ്ങളുള്ള, വിദേശ രാജ്യങ്ങളിൽ പോലും പോയി മല്ലയുദ്ധന്മാരെ തറപറ്റിച്ച, തോൽവി എന്തെന്നറിയാത്ത ഗുസ്തിയിലെ രാജാവിനെയാണ്. നാരായണപിള്ള പരാജയപ്പെടുമെന്ന് ജനക്കൂട്ടം വിധിയെഴുതി കാത്തിരുന്നു. തീർത്തും സൗമ്യനായി ഗോദയിലേക്ക് കയറിയ നാരായണപിള്ള അമിത ആത്മവിശ്വാസവുമായി നിന്ന ഇലക്ട്രിക് മൈദീൻ കുഞ്ഞിനെ നേരിട്ടു. ഒടുവിൽ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ പ്രിയപ്പെട്ട ഫയൽവാൻ മൈദീൻ കുഞ്ഞ് മണക്കാട് നാരായണപിള്ളയുടെ മുന്നിൽ അടിയറവ് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തിന് കേരളഗാമ പട്ടം ലഭിക്കുന്നത്. അടുത്തത് മൈസൂറുകാരൻ ചോട്ടാ തിമ്മയ്യ എന്ന ഫയൽവാനുമായിട്ടായിരുന്നു മത്സരം. അത് സമനിലയിൽ പിരിഞ്ഞു. എന്നാൽ അടുത്ത വർഷം നാർഗോൽ വെച്ച് നടന്ന മത്സരത്തിൽ വെറും 3 മിനിറ്റ് കൊണ്ട് തിമ്മയ്യായ നാരായണപിള്ള തറപറ്റിച്ചു. പിന്നീട് പോരാട്ടങ്ങളുടെ കാലമായിരുന്നു. മദുരാശി സിംഹമെന്നറിയപ്പെട്ടിരുന്ന ശൗരിമുത്തുവിനെ കൊല്ലത്ത് വെച്ച് പരാജയപ്പെടുത്തി. പഞ്ചാബുകാരായ ആഷിഖ് ഹുസൈൻ, ഗുലാം ഹുസൈൻ, കട്ടച്ചിറ പപ്പുദാസ്, കോയാക്കുട്ടി ഫയൽവാൻ തുടങ്ങിയവരെയെല്ലാം അദ്ദേഹം പരാജയപ്പെടുത്തി. 68 മത്സരങ്ങളിൽ പങ്കെടുത്ത മണക്കാട് നാരായണപിള്ള ഒന്നിൽ പോലും തോറ്റിട്ടില്ല. തമിഴ്നാട്ടിലെ അരുൾവായ്മൊഴി മുതൽ കണ്ണൂർ വരെയുള്ള ദേശത്ത് തിരുവായ്ക്ക് എതിർവായില്ലാത്ത പോരാളിയായി നാരായണപിള്ള നിറഞ്ഞു നിന്നു. അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായിരുന്നു മണക്കാട് ദയാനന്ദൻ, അഹമ്മദ് പിള്ള, ഇബ്രാഹിം പിള്ള, ജാസ് മമ്മൂഞ്ഞ്, വള്ളക്കടവ് മീരാൻ, അമീർ ഹംസ തുടങ്ങിയവർ. മൈസൂർ, കോലാപ്പൂർ, പഞ്ചാബ്, മധുര, മദിരാശി, കൊല്ലം, കരുനാഗപ്പള്ളി തുടങ്ങി ഉത്തരേന്ത്യയിലെയും കേരളത്തിലെയും പ്രഗത്ഭരായ ഗുസ്തി വീരന്മാരെ നാരായണപിള്ള തറപറ്റിച്ചു. നാരായണപിള്ളയെ വെച്ച് ഗുസ്തി നടത്താൻ സംഘാടകർക്ക് മടിയായിരുന്നു. കാരണം ഒരു 20 മിനിറ്റ് നേരമെങ്കിലും ഗുസ്തി പിടിച്ചാൽ മാത്രമേ കാണികൾക്ക് ആവേശവും സംഘാടകർക്ക് സമ്പാദ്യവും ലഭിക്കുകയുള്ളൂ. നാരായണപിള്ള ഗുസ്തിക്ക് വന്നാൽ എതിരാളിയെ 5 മിനിറ്റിനകം തറപറ്റിക്കും. പക്ഷെ നാരായണപിള്ളയുടെ ആരാധകർ സംതൃപ്തരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുസ്തി കാണുന്നതിനായി വിദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തുമായിരുന്നു. പൊതുവെ ശാന്ത സ്വഭാവക്കാരനായിരുന്നു നാരായണപിള്ള. അദ്ദേഹം ഒരു സസ്യഭുക്കായിരുന്നു. പുകവലിയും മദ്യപാനവും ഇല്ലായിരുന്നു. ബലിഷ്ഠമായ ശരീരം പുറത്തു പ്രദർശിപ്പിക്കാത്ത രീതിയിൽ ജുബയും മുണ്ടും കഴുത്തിലൊരു കറുത്ത ചരടും ധരിച്ചാണ് അദ്ദേഹം നടന്നിരുന്നത്. അക്കാലത്തെ പ്രശസ്തമായ നഞ്ചിനാട്ടുകാരുടെ നീലം സോപ്പിൻ്റെ മോഡലായിരുന്നു ഗാമ. സന്ധ്യാകുന്നതോടെ പെട്രോൾ മാക്സിൻ്റെ വിളക്ക് വെട്ടവുമായി വരുന്ന നീലം സോപ്പിൻ്റെ പ്രചരണ വാഹനത്തിൽ
മസിൽ പ്രദർശിപ്പിച്ചു നിൽക്കുന്ന ഗാമയുടെ ചിത്രമായിരുന്നു. അത് കാണുന്നതിനായി ആളുകൾ റോഡിലിറങ്ങി നിൽക്കുമായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തമായൊരു ഗോതയുണ്ടായിരുന്നു. അവിടെ നിരവധി പേർ പരിശീലനത്തിനെത്തുമായിരുന്നു. 1950 കാലഘട്ടം. ഗാമ ബാംഗ്ലൂരിൽ വെച്ച് കന്നഡ വീരൻ ഭീമറാവു ഫയൽവാനുമായി കൈകൊടുത്തു. അപ്പോഴാണ് മൂത്ത സഹോദരൻ ഗോപാലപിള്ളയുടെ മരണവാർത്ത അറിയുന്നത്. അതോടെ ഗുസ്തി പിടിക്കാതെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. കുടുംബത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കി അദ്ദേഹം ഗോതയോട് എന്നേക്കുമായി വിട പറഞ്ഞു. തുടർന്ന് ചേട്ടൻ്റെ ചായക്കട ഏറ്റെടുത്തു നടത്തി. അവിടെയും ചിട്ടയും അർപ്പണബോധവും പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ രുചിയും ശുചിത്വവും തിരുവിതാംകൂറും കടന്നുപോയിരുന്നു. നിരവധി പേർ അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ തിരക്കി വരുമായിരുന്നു. അതിൻ്റെ ഭാഗമായി മണക്കാട് ജംഗ്ഷനിലെ ഫയൽവാൻ ടീ ഷോപ്പിന് 1969 ഒക്ടോബർ 2 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം പ്രമാണിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രഥമ നാഷണൽ ക്ലീനിംഗ് പുരസ്കാരം അന്നത്തെ മേയറായിരുന്ന KC വാമദേവനിൽ നിന്നും മണക്കാട് നാരായണപിള്ള ഏറ്റുവാങ്ങി. അക്കാലത്തൊരിക്കൽ തിരുവനന്തപുരം സന്ദർശിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്നും ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ അദ്ദേഹത്തിന് സാധിച്ചില്ല. 1971 റോഡ് വീതി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടീ ഷോപ്പിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചു. മണക്കാട് നാരായണപിള്ളയോടുള്ള താല്പര്യത്തിൽ നിന്നാണ് 1981 P. പത്മരാജൻ ഒരിടത്തൊരു ഫയൽവാൻ എന്ന ചിത്രം കഥയെഴുതി സംവിധാനം ചെയ്തത്. 1988 മാർച്ച് 4 തൻ്റെ 76-ാമത്തെ വയസ്സിൽ ആ വീരകേസരി ലോകത്തോട് വിട പറഞ്ഞു. ഇപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ മകൻ അശോക് കുമാർ നടത്തുന്ന അഞ്ജലി ബേക്കറി പ്രവർത്തിക്കുന്നു. ആരോഗ്യമുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കണമെന്നത് അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ശ്രീ അവിട്ടം തിരുനാൾ ഗ്രന്ഥശാല ഭാരവാഹികൾ ഒരിക്കൽ അദ്ദേഹത്തെ ഈ ആവശ്യവുമായി വന്ന് കണ്ട് സംസാരിച്ചു. അതിൽ സന്തോഷവാനായ നാരായണപിള്ള തൻ്റെ കൈവശമുണ്ടായിരുന്ന കായിക ഉപകരണങ്ങൾ ട്രസ്റ്റിന് സൗജന്യമായി നൽകി. അതിന്നും അവർ നിധി പോലെ സൂക്ഷിക്കുന്നു. ഗുസ്തിയോടൊപ്പം തന്നെ സംഗീതവും ജ്യോത്സ്യവും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതായിരുന്നു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി തിരുവനന്തപുരം കോർപ്പറേഷൻ മണക്കാട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ തൈക്കാപ്പള്ളി ജംഗ്ഷൻ വരെയുള്ള റോഡിന് മണക്കാട് നാരായണപിള്ള റോഡ് എന്ന് പേര് നൽകിയിട്ടുണ്ട്. അദ്ദേഹം അന്തരിച്ചിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും ഇന്നും മണക്കാട്ടുകാർക്കും തിരുവനന്തപുരം നഗരവാസികൾക്കും ആ കായികാഭ്യാസിയെക്കുറിച്ച് പറയുമ്പോൾ ആത്മാഭിമാനം വാനോളമാണ്. 1957 തൻ്റെ 45-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വിവാഹിതനായത്. ഭാര്യ കമലാദേവി, മക്കൾ NK അശോക് കുമാർ, NK രാജഗോപാൽ, K രമണി, പ്രശസ്ത ഗായകൻ NK മണക്കാട് ഗോപൻ. കഥകൾ അവസാനിക്കുന്നില്ല, കാഴ്ചകളും.